ഹലോ, വെൽക്കം ടു ഡ്രീം കളക്ഷൻസ്. കുറേ നാളായില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ ചാനലൊന്ന് കൊണ്ടുവരാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഓർണമെൻറ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തത് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും 1-ാം തീയതി അല്ലേ, 1-ാം തീയതി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം നടക്കുമെന്നറിയില്ല. നിങ്ങൾ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം തിരക്കും കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ മറ്റേ വൈറ്റ് സ്റ്റോൺസിൻ്റെ നെക്ലസ് മാത്രം കാണിക്കുക. അതായത് ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉള്ളത് മാത്രം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കോള് എടുക്കില്ല കേട്ടോ, സൈലൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ചെയ്ത് നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ഫോട്ടോസ് ഞാനിങ്ങനെ ഇട്ടിരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഓരോ നെക്ലസിൻ്റെയും ഡീറ്റെയിൽസ് ഞാനിതിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫോട്ടോസ് എടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ വീഡിയോസ് ഇടുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇങ്ങനെയല്ല ആൻറ്റി കുറച്ചും കൂടി നല്ലത് അങ്ങനെയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ആ അഭിപ്രായം സ്വീകരിക്കും, എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് നിലവിലുള്ള പാറ്റേൺസ്. അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പല ദിവസവും പുതിയത് വരും. അപ്പോൾ പുതിയത് വരുന്ന ഐറ്റംസ് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ പുതിയത് വരുന്ന ഐറ്റംസ് ഞാൻ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നാന്നത്തെ പുതിയ സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഫോട്ടോസ് ഇട്ടതാണ്, പിന്നെ ഇതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് നെക്ലസ്. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുർബാന സ്വീകരണവും പിന്നെ കല്യാണങ്ങൾ, മനസ്സമ്മതങ്ങൾ, പിന്നെ കുർബാന സ്വീകരണമുള്ള കുട്ടികളുടെ അമ്മമാർക്ക് അങ്ങനെ പല പാറ്റേൺ ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ ഇത് അതിന് പറ്റിയ ഒരു സിമ്പിൾ നെക്ലസ്സാണ്. അതായത് ചിലത് ലോക്കറ്റ് ഉള്ളത് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, സാരിയുടെ ഈ ഫ്ലീറ്റിൻ്റെ മുകളിൽ കിടക്കണം എന്നുള്ളവർ, അങ്ങനെയുള്ളവരാണ് ആ ലോക്കറ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഇത് നല്ല ഹെവി ആയിട്ടുള്ള നെക്ലസ്സാണ്. എന്നാലും ഹെവി എന്ന് പറഞ്ഞാലും അങ്ങനെ കുറേ ഹെവിയൊന്നുമല്ല, നല്ല AD സ്റ്റോൺസാണ് കംപ്ലീറ്റ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ കമ്മലും നമുക്ക് ഇതിപ്പോൾ 5 ഇതളായിട്ട് താഴെ ഒരു പൂവിൻ്റെ പകുതിയിലാണ് കാണിക്കണമെങ്കിൽ ഫുൾ ഫ്ലവറായിട്ടുള്ള കമ്മലും നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ വളകളും വരുന്നുണ്ട്, സെയിം പാറ്റേണിൽ വളകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുല്ലമുട്ടിൻ്റെ സ്റ്റൈല്. സാധാരണ ഹിന്ദുസാണ് മുല്ലമുട്ട് ഉപയോഗിക്കാമെന്ന് പണ്ടൊരു പറച്ചിലുണ്ട്. ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഹിന്ദുസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കുർബാന സ്വീകരണത്തിനോ അല്ലെങ്കിൽ സാധാരണ ഇടാനോ ചുരിദാറിൻ്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാവുന്ന ട്രഡീഷണൽ ടൈപ്പ് മുല്ലമുട്ടിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മാലയാണത്. ഇത് കുറേ നമ്മളുടെ കയ്യിൽ നിന്ന് സെയിലായിട്ടുള്ളൊരു മാലയാണ്. ഏതോ ഒരു ഫംഗ്ഷന് ഡിവൈൻ ഇട്ടിരുന്നു. ഡിവൈൻ്റെ സ്റ്റോക്കിലൊന്ന് ഇതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഡിവൈൻ്റെ ഈ മാല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാല നമ്മളുടെ കയ്യിൽ കുറേ പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ച സമയത്ത് നമുക്കത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നല്ല മാലയാട്ടോ. ഡിവൈൻ്റെ ഏതൊക്കെയോ ഫോട്ടോയിലുണ്ട്. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള മാലയാണ്, പക്ഷേ നല്ല റാ കാണുന്നത് വളരെ നേരിയതല്ല, നല്ല വീതിയുള്ള പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ എനിക്ക് എടുക്കാവുന്നതിൻ്റെ ഒരു പരിധിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് വീഡിയോ എടുക്കുന്നതും പിന്നീട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനും ഈ പറഞ്ഞ പോലെ വളയും കമ്മലും നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഒരു വലിയ സ്റ്റോണും ഒരു കുട്ടി സ്റ്റോണും, കാണാനും നല്ല ഭംഗി, നല്ല ഒതുക്കം എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ നല്ല ഒതുക്കമുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വേണം കുറച്ചുകൂടി ഇറക്കത്തിലിടണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ ഉർവശിയുടെ ചെയിൻ ഇട്ടിട്ട് ഇത്തിരി ഇറക്കിയിടാവുന്ന സംവിധാനം നമ്മൾ ചെയ്തു തരും കേട്ടോ. അതെങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള ഒറ്റ പൂക്കളുള്ള മാലയാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് കിടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇപ്പോൾ കുർബാന സ്വീകരണത്തിനൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡ് പട്ടുസാരികൾ ഉടുക്കുമ്പോൾ ഇത് ഒരെണ്ണം കഴുത്തി കിടക്കുന്നതും കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ആ പാറ്റേണും കണ്ടില്ലേ. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ AD സ്റ്റോണും സാധാരണ സ്റ്റോണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണാണ്. പറഞ്ഞ മന്ത്രകോണിക്കൊക്കെ ഇടാൻ പറ്റിയതാണ്. പിന്നെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനായാലും ഏതിനായാലും
ഉപയോഗിക്കാൻ പറ്റിയതാണ്. പിന്നെ കുറേ കുട്ടികൾ നെക്ലസ് ഇത്തിരി ഇറക്കിയിടാൻ പറ്റുന്ന പാറ്റേൺ ചോദിക്കുന്നവർക്ക് പറ്റിയൊരു മാലയാണിത് കേട്ടോ. ഇതിനെ ഈ ഉർവശിയുടെ ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴെ ഇതുപോലെ വന്ന് കിടക്കും കേട്ടോ. ഡംബൽസ് പിന്നെ നിങ്ങൾക്കറിയാം 4 വർഷമായി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ 4 വർഷത്തിൻ്റെ പഴക്കം ഈ ഡംബൽസിനുണ്ട്. എന്നാലും ഇന്നും പുതിയതുപോലെ പോകുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റമാണ് ഡംബൽസ്. ഇതിൻ്റെ തന്നെ റൂബിയുണ്ട്. കുറേ കളറുകളുണ്ടെങ്കിലും റൂബിയും വൈറ്റുമാണ് നമ്മളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ പോണത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 2 ലെയറൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ കമ്മലുണ്ട്, ലോക്കറ്റ് സെപ്പറേറ്റ് ഉണ്ട്. ലോക്കറ്റ് തന്നെ 2-3 പാറ്റേണിലുണ്ട്. പിന്നെ വളയുണ്ട്, സ്പ്ലിറ്റ് ബാങ്കിളുണ്ട്, മോതിരമുണ്ട്. ഏത് തരം വേണമെങ്കിൽ ഡംബൽസിൽ വരുന്നുണ്ട്. അത് വൈറ്റും റൂബിയാണ് കൂടുതൽ നമ്മളും സപ്പോർട്ട് ചെയ്യണത്. പിന്നെ ഇത് വേറൊരു മാല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇറക്കിയിടണം എന്ന് തോന്നുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാലയാണ്. അല്ലെങ്കിൽ നെക്ലസ് പോലെ ബാക്കിൽ ഫുൾ കണ്ണികളായിട്ട്. ഇതിപ്പോൾ ഒരെണ്ണം ചെയിൻ ഇട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഇത് വീതിയുള്ള ചെയിൻ വേണമെങ്കിൽ വീതിയുള്ള ചെയിൻ ഇടാം, അല്ലെങ്കിൽ ഈ സെയിം മാല ഇട്ടിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു മാലയാണ്. പിന്നെ വരുന്നത് ഇതും ഈ സാരിയുടെ ഇങ്ങനെ എന്താ പറയുക, നെക്ലസ് അല്ലാണ്ട് കുറച്ച് ഇറക്കി ഉപയോഗിക്കില്ലേ, അതുപോലെ ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഉർവശിയുടെ ഈ വീതിയുള്ള ചെയിൻ ഉണ്ടല്ലോ, ഇതേ ചെയിൻ നമ്മൾ ബാക്കിലേക്ക് ഇടുമ്പോൾ കുറച്ച് ഇറക്കത്തിൽ എന്നാൽ ഭംഗിയുള്ള ലോക്കറ്റായിട്ട് ഇടാം. അതിന് കമ്മലും ഉണ്ട്. എല്ലാത്തിനും കമ്മൽ സെറ്റ് ഉണ്ടാവില്ല, പക്ഷെ ചില മാലകൾക്ക് കമ്മലും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് കമ്മലുള്ള ഒരു സെറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു മാലയാണത്. അപ്പോൾ ഈ വീതിയുള്ള ഉർവശി ബാക്കിൽ വരുമ്പോൾ ഇറക്കിയിടുകയും ചെയ്യാം. ഇതും അതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ. ഇതും ഈ ഇങ്ങനെ എന്താ പറയുക, സാരിയുടെ മുകളിൽ ഒരു 8 പിടി അല്ലെങ്കിൽ 7 പിടി പോലെ ഇടാവുന്ന പോലെയാണ്. ഇനിയിപ്പോൾ നെക്ലസ് ആയിട്ട് ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനും കമ്മലുണ്ട് എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. എനിക്ക് ചിലത് ഞാൻ ഫോട്ടോ എടുത്ത ഓർമ്മയാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിന് കമ്മലില്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ ഇതിനുണ്ട്. അപ്പോൾ നേരത്തെ കമ്മലിൻ്റെ ഓർമ്മയാണ്. ഇത് നല്ലൊരു തരം നെക്ലസ്സാണ്. മാറ്റ് ഫിനിഷാണ് ഈ ഫ്ലവർ കേട്ടോ. കറക്റ്റ് ഗോൾഡ് ഡയമണ്ട് അല്ല എന്ന് ഒരാളും പറയില്ല. അതുപോലത്തെ ഒരു ആ ഫിനിഷിങ്ങിലുള്ള ഒരു നെക്ലസ്സാണ്. ഇതിന് കമ്മലുണ്ട് കേട്ടോ. ഇതിൻ്റെ കമ്മൽ ഒരു കുട്ടി ഞാത്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ലത് ഈ പൂ മാത്രമുള്ള ഒരു സ്റ്റഡ് ഇടായിരിക്കും. അപ്പോൾ ഇതായാലും ഭംഗിയാണ്. കാരണം നിങ്ങൾക്കറിയാം ഡയമണ്ട് ഫിനിഷിങ്ങിലൊന്നും അധികം വലിയ കമ്മലും കാര്യങ്ങളൊന്നും വരില്ല. കറക്റ്റ് ആ ഒരു കുട്ടി കമ്മലും കാര്യങ്ങളേ വരുള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ ഡയമണ്ട് ഫിനിഷിങ്ങിലുള്ള നല്ലൊരു നെക്ലസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഈ പറഞ്ഞ കമ്മലുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്ന് വരുന്നുണ്ട് എൻ്റെ വായിൽ കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ തിരക്കുകളുടെ ഇടയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കുട്ടികളുടെ ബഹളമൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കമ്മൽ. ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ. അത് ഗൗണിൻ്റെ കൂടെയോ സാരിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ചേർന്ന് പോകാവുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഇത്രയും നെക്ലസ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇഷ്ടാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ വില അറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാനോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം. അത് ഈ നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ. ഞാൻ വീണ്ടും പറയുന്നു, വിളിക്കരുത്. നിങ്ങൾ ഫോൺ സൈലൻറ്റിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഇനി ഇതിൻ്റെ കാര്യമല്ല, വേറെ എന്ത് കാര്യം ചോദിക്കാനായാലും ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. മറ്റേതൊക്കെ വൈറ്റ് ഗോൾഡിൻ്റെ സെറ്റുകളാണ്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ നാളെ ഇതേ സമയത്ത്, അപ്പം ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ഒരു 1:30-2 മണിയാണ് എൻ്റെ മനസ്സിൽ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇന്ന് ഏത് സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്നറിയില്ല. ആ സമയം നാളെയും മറ്റന്നാളും ഒക്കെ സെയിം ടൈമായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.